തലസ്ഥാനത്തെ കോൺഗ്രസിനെ സംഘപരിവാർ വിഴുങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാകുമോ? ഇല്ലെങ്കിൽ ദേ കേട്ടോളൂ. കമ്മ്യൂണിസ്റ്റുകാരനല്ല, യൂത്ത് കോൺഗ്രസ് നേതാവായ കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിട്ടുള്ള MS നുസൂർ തലസ്ഥാനത്തെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗക്കാർ ഉൾപ്പെടെയുള്ളവർ ചെവി തുറന്ന് കേൾക്കണം. 1:2 എന്ന ആനുപാതികം ഒരു റേഷ്യോ ഉള്ള ഒരു ഡീല് കേരളത്തിൽ നടക്കുന്നു, തിരുവനന്തപുരത്ത് നടക്കുന്നു എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ നേമത്ത് വിജയിപ്പിക്കണം. തിരുവനന്തപുരത്ത് CMB CP ജോണിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോ ശിവകുമാറിന്റെ കണക്കുകൂട്ടൽ തെറ്റി, അവിടെ നിന്ന് വീണ്ടും മാറി. ആ 1:2 തന്നെ ആനുപാതികമായി ഈ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചപ്പോൾ തന്നെ അവർ വട്ടിയൂർക്കാവും ഒരിക്കലും ചേരില്ല എന്ന് കരുതിയ ആളുകൾ തമ്മിൽ ചേരുന്ന കാഴ്ച വട്ടിയൂർക്കാവും അരുവിക്കരയും വെച്ച് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി. രാജീവ് ചന്ദ്രശേഖരനെ നേമത്ത് വിജയിപ്പിക്കണം, പകരം അരുവിക്കരയിൽ ശിവകുമാറിനെ വിജയിപ്പിക്കുക, അതുപോലെ തന്നെ വട്ടിയൂർക്കാവിൽ K മുരളീധരനെ വിജയിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് ശ്രീലേഖ IPSനെ, കൗൺസിലറിനെ, മുൻ IPS ഉദ്യോഗസ്ഥരെ വട്ടിയൂർക്കാവിൽ കാൻഡിഡേറ്റ് ആക്കി. അരുവിക്കരയിൽ സർവേ റിപ്പോർട്ടുകളിൽ മുൻപന്തിയിൽ നിന്നത് KS ശബരിനാഥനാണ്. KS ശബരിനാഥനെ മത്സരിപ്പിക്കണമെന്ന് സർവേ റിപ്പോർട്ടുകൾ പറയുന്നു. ആ റിപ്പോർട്ടുകൾ എടുത്തു വെച്ച് ശബരിയോട് വർക്ക് തുടങ്ങാൻ പറഞ്ഞു, ഫ്ലക്സ് അടിച്ചു. ഇതെല്ലാം ചെയ്തപ്പോ അവിടെ ഒരേ പിടിവാശി, അപ്പോഴും ഇടപെടലുണ്ടായി. അവസാനം ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ദേശീയ തലത്തിൽ ഒരാളുണ്ട്, അത് പറയാം. അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അവസാനം അരുവിക്കര ശിവകുമാറിന് കൊടുത്തു. ഒരേ സമയം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രണ്ട് കൈയിലും വെച്ച് അമ്മാനമാടാൻ കഴിവുള്ള ഒരു പാർട്ടിയായി എന്റെ കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചു എന്നുള്ളത് പറയുന്നതിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും മുക്കിലും മൂലയിലും വരുന്ന് എന്റെ പത്രസമ്മേളനം ചിലപ്പോൾ നിങ്ങൾ ലൈവ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്റെ മീഡിയയിൽ ലൈവ് പോകുന്നുണ്ട്, അതിൽ കേൾക്കുന്ന കോൺഗ്രസുകാർക്ക് എന്നോട് പരിഭവം തോന്നണ്ട. ഇതിവിടെ നടക്കുന്ന ഡീലാണ്. മനസ്സിലാക്കുന്നവർക്ക് മാത്രം ഇക്കാര്യം ചിന്തിച്ച് മനസ്സിലാക്കിയാൽ മതി. ഒരു പാർട്ടിക്കകത്ത് നിന്നതിന് ശേഷം സംഘപരിവാറുമായിട്ട് കോൺഗ്രസ് ഡീൽ ഉറപ്പിച്ചിരിക്കുന്നു, നിയമം ജയിപ്പിച്ചു കഴിഞ്ഞാൽ പകരം അരുവിക്കരയും വട്ടിയൂർക്കാവും തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നത് ഒരു CPM നേതാവല്ല, കോൺഗ്രസിനകത്ത് നിന്ന് പ്രവർത്തിച്ച വ്യക്തി. ആ തെരഞ്ഞെടുപ്പ് ഡീൽ കണ്ടിട്ട് പരസ്യമായിട്ട് ഇങ്ങനെ വന്ന് സമൂഹത്തോട് പറയുമ്പോൾ അയാളിലുണ്ടായ നിരാശയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം ഈ സമൂഹത്തിനുണ്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുണ്ട്. നിങ്ങൾ ചതിക്കപ്പെടുകയാണ്, നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ കണ്ണടച്ച് വിശ്വസിക്കുന്ന നിങ്ങളെ ഒപ്പം നിന്ന് വഞ്ചിക്കുന്നതിൻ്റെ തെളിവാണ് MS നുസൂറിൻ്റെ ഈ തുറന്നു പറച്ചിൽ. ഇത് ഇനിയും നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങളെ പടച്ചോന് പോലും രക്ഷിക്കാൻ കഴിയില്ല എന്ന വാചകം പിന്നെയും ആവർത്തിക്കുകയാണ്. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, തലസ്ഥാനത്ത് സവർണ നേതാക്കന്മാരുടെ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ, രണ്ടിലെയും സമാന മനോഭാവക്കാർ ചേർന്നെടുത്ത തീരുമാനം എങ്ങനെയാണ് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നു എന്നത് ഒരു പാർട്ടിക്കകത്ത് നിന്ന് മനസ്സിലാക്കിയൊരു മനുഷ്യൻ അതിൻ്റെ നെറുകേടിനെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വന്ന് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ അപകടം തന്നെയാണ്. എന്തായാലും ഇങ്ങനെയുള്ള ഒരു അപകടകരമായ സാഹചര്യത്തിലൂടെ കേരളത്തിൽ അധികാര കേന്ദ്രങ്ങളിലെത്താൻ കൈകോർത്ത് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് യൂത്ത് കോൺഗ്രസ് നേതാവും കോൺഗ്രസിൻ്റെ KPCC ഭാരവാഹി കൂടിയായ MS നുസൂറിൻ്റെ തുറന്നു പറച്ചിലെന്ന് പറയേണ്ടി വരികയാണ്.